അടുത്തത് പുതിയ ചാപ്റ്ററാണ് എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്. നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമ്മൾ എൻവയോൺമെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ സൈസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു 100 വർഷമായിട്ട്, റീസെൻറ്റ് 100 ഇയേഴ്സ്, ലാസ്റ്റ് 100 ഇയേഴ്സായിട്ട്, സോ അവസാന 100 വർഷക്കാലം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ സൈസ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പോപ്പുലേഷൻ്റെ വർധനവ് എന്തിനെയാണ് ബാധിക്കുന്നത്? നമ്മുടെ പോപ്പുലേഷൻ കൂടുന്തോറും നമ്മുടെ ഹ്യൂമൻസിന് ആവശ്യം, പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആവശ്യം കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇൻക്രീസിങ് ഡിമാൻഡുകളാണ്. അതെന്തിനൊക്കെയാണ്? ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഫുഡ്, വാട്ടർ, ഹോം, ഇലക്ട്രിസിറ്റി, റോഡ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കും. സോ പോപ്പുലേഷൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, ഹോം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, റോഡ്, ഓട്ടോമൊബൈൽ, മറ്റ് കൊമോഡിറ്റീസ്, മറ്റ് ആവശ്യങ്ങളും നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഈ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഈ ഡിമാൻഡുകൾ കൂടുന്നതിനനുസരിച്ച് അവിടെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന് ഒരു പ്രഷറാണ് അവിടെ അനുഭവപ്പെടുന്നത്. സോ ദാറ്റ് ലീഡ്സ് ടു പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു, കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. സോ അത് തീർച്ചയായും അതൊരു ഫൈനലി നാച്ചുറൽ റിസോഴ്സിന് ഒരു പ്രഷറാണ് നേരിട്ട് കൊടുക്കുന്നത്. സോ ഇൻക്രീസ്ഡ് ഡിമാൻഡ് കൂടുന്തോറും ദാറ്റ് വിൽ ലീഡ് ടു പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. ഈ നാച്ചുറൽ റിസോഴ്സിൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ് ടു പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ. സോ നമ്മുടെ എൻവയോൺമെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ, വാട്ടർ, സോയിൽ, ഇതിൻ്റെയൊക്കെ പൊല്യൂഷനിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നു. സോ ഈ പോപ്പുലേഷൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും കൂടുന്നു. ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആ നാച്ചുറൽ റിസോഴ്സിനെ കൂടുതൽ അതിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നാച്ചുറൽ റിസോഴ്സസിന് ഒരു പ്രഷറിലേക്ക് നയിക്കുന്നു. സോ നാച്ചുറൽ റിസോഴ്സിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി എന്ത് തന്നെയാണ്? പൊല്യൂഷനാണ്. സോ പൊല്യൂഷൻ ഏതൊക്കെ തരത്തിലുള്ളതാണ്? എയറിലും വാട്ടറിലും സോയിലുമുള്ള പൊല്യൂഷനാണ് അതിലേക്ക് വഴിതെളിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട, ഇറ്റ്സ് എ നീഡ് ഫോർ അവർ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് എന്ത്? ടു ചെക്ക് ദ ഡീഗ്രഡേഷൻ ആൻഡ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഡിഗ്രേഡ് ആവുന്നതും അതിന് നാശം സംഭവിക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതിനുള്ള നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പൊല്യൂഷൻ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സിന് ഈ പ്രഷർ മൂലമുണ്ടാകുന്ന ആ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ച് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ്, പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയും ഇരിക്കുന്നു. സോ എന്താണ് പൊല്യൂഷൻ? സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പൊല്യൂഷനെ കുറിച്ചുണ്ട്. ഈ പറഞ്ഞ എയർ, വാട്ടർ, സോയിൽ, ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സെക്ടറിൽ, എൻവയോൺമെൻറ്റിലെ ഡിഫറെൻറ്റ് സെക്ടറിലുള്ള പൊല്യൂഷനെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് പൊല്യൂഷൻ? പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എയർ, ലാൻഡ്, വാട്ടർ ഓർ സോയിൽ. സോ ഏതെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചുകൾ, ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചല്ല, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, മാറ്റം, ഏതൊക്കെ ഫിസിക്കലായിട്ടുള്ളതാവാം, കെമിക്കലായിട്ടുള്ളതായിരിക്കാം, ബയോളജിക്കലായിട്ടുള്ളത്. സോ ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് എവിടെയൊക്കെ എയറിലോ, ലാൻഡിലോ, വാട്ടറിലോ, സോയിലിലോ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻ. സോ നമ്മുടെ എയർ, ലാൻഡ്, വാട്ടർ, സോയിൽ, അവിടുത്തെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ പൊല്യൂഷൻ എന്ന് പറയുന്നു. സോ നമ്മുടെ എയറിലും, ലാൻഡിലും, വാട്ടറിലും, സോയിലിലൊക്കെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആയിട്ടുള്ള അതിൻ്റെ സവിശേഷതകളിലൊക്കെ ഒരു ഡിസൈറബിൾ അല്ലാത്ത ഒരു മാറ്റം, അൺഡിസൈറബിൾ ആയിട്ടുള്ള
ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നു. സോ പൊല്യൂഷന് കാരണക്കാരനായിട്ടുള്ള ആ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇവൻറ്റുകൾ വരുത്തുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏജൻറ്റ്സ്. ആ അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് തരുന്ന ഏജൻറ്റുകളെ നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നു. സോ ഏതൊക്കെ പൊല്യൂട്ടൻസ് കാരണമാണോ എയർ, ലാൻഡ്, വാട്ടർ, സോയിൽ അവിടുത്തെയൊക്കെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു അൺഡിസൈറബിൾ ചേഞ്ചുകൾ വരുന്നത് അതിനെയാണ് പൊല്യൂട്ടൻസ് എന്ന്. സോ ഏജൻറ്റ്സ് ദാറ്റ് ലീഡ് ടു പൊല്യൂഷൻ അല്ലെങ്കിൽ ഏജൻറ്റ്സ് ദാറ്റ് കോസ് ടു പൊല്യൂഷൻ. സോ പൊല്യൂഷന് കാരണക്കാരനാവുന്ന ഏജൻസുകളെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലുള്ള പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എൻവയോൺമെൻറ്റ് ആക്ട് 1986. സോ 1986 എൻവയോൺമെൻറ്റ് ആക്ട് പ്രകാരം, അതായത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനുമുള്ള ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് എന്താണ്? ക്വാളിറ്റി ഓഫ് അവർ എൻവയോൺമെൻറ്റ്. സോ നമ്മുടെ ഈ എയർ, വാട്ടർ, സോയിൽ അങ്ങനെയുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റീനെയും അതുപോലെ തന്നെ ആ എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് നിൽക്കാനുള്ള, പരമാവധി സ്വാഭാവികമായിട്ട് നിൽക്കാനുള്ള അതിൻ്റെ ക്വാളിറ്റീനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള മെഷർമെൻറ്റുകളാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻവയോൺമെൻറ്റ് ആക്ട് 1986 എൻവയോൺമെൻറ്റ് ആക്ട് അഥവാ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൊണ്ടുവന്നത്. അതുവഴി നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി പരമാവധി കാത്തു സൂക്ഷിക്കാനുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്.